പാലക്കാട് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പത്രപരസ്യത്തിൽ CPM ശരിക്കും വെട്ടിലായിപ്പോയി. സന്ദീപ് വാര്യരുടെ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ നൽകിയ പരസ്യമാണ് CPMനെ ശരിക്കും വെട്ടിലാക്കിയത്. തെരഞ്ഞെടുപ്പ് മോണിറ്ററിംഗ് സമിതിയുടെ അനുമതിയില്ലാതെയാണ് ഈ പരസ്യം നൽകിയത്. സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ LDF നൽകിയ പരസ്യമാണ് വിവാദവും പിന്നീട് പൊല്ലാപ്പുമായത്. തിരഞ്ഞെടുപ്പ് ദിനത്തിലോ കൊട്ടിക്കലാശം കഴിഞ്ഞുള്ള അടുത്ത ദിവസമോ TV പത്രപരസ്യങ്ങൾ നൽകാൻ 96 മണിക്കൂർ മുൻപ് പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങണം. MCMC സെല്ലാണ് പരസ്യം പരിശോധിക്കുക. എന്നാൽ വിവാദമായ പരസ്യത്തിന് LDF അനുമതി വാങ്ങിയിട്ടില്ല. മറ്റു പരസ്യങ്ങൾക്ക് അനുമതി വാങ്ങുകയും ചെയ്തു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും C കൃഷ്ണകുമാറിന്റെയും പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ LDFന്റെ സന്ദീപിനെ വിമർശിച്ചുള്ള പരസ്യത്തിന് മാത്രം അനുമതിയെടുത്തില്ല. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പരസ്യത്തിൽ പ്രതികരണവുമായി സമസ്ത രംഗത്തെത്തി. പരസ്യവുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും വ്യക്തമാക്കി. നേട്ടമാകുമെന്ന് കരുതിയ പരസ്യം വലിയ പൊല്ലാപ്പായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി വിശദീകരണം നൽകേണ്ട അവസ്ഥയിലാണ് LDF. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.